ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ജീരകക്കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോണത്. നോമ്പ് കഞ്ഞി എന്ന് പറയും, ജീരകക്കഞ്ഞി എന്ന് പറയും. അപ്പോൾ ഏതായാലും ഈ കഞ്ഞിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു കറിക്ക് വേണ്ടി ഒരു പുഴുക്ക് ഉണ്ടാക്കുന്നുണ്ട്. പച്ച ചക്ക കൊണ്ടുള്ളൊരു പുഴുക്കും ജീരകക്കഞ്ഞിയും കൂടെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ആക്കി വയ്ക്കാം. അപ്പോൾ ഈ കഞ്ഞി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം കുറച്ച് അരി വേണം, പച്ചരി എടുക്കണം. അപ്പോൾ കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കുക്കർ എടുക്കുക, എന്നിട്ട് ഇതിലേക്ക് അരി ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് എടുക്കുന്നത്. ഈ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെന്ത് വരുമ്പോഴത്തേനും അത്യാവശ്യം അധികം കഞ്ഞിയാവും. അപ്പോൾ അതിനനുസരിച്ച് അളവിൽ എടുത്താൽ മതി. ഒരു കപ്പ് അരിയും 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ നന്നായി കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിന് അങ്ങനെ അളവൊന്നുമില്ല. ആ ഒരു കപ്പിൽ 5-6 കപ്പ് എന്തായാലും വേണ്ടി വരും. കാരണം അരി വെന്ത് അടിയിൽ പിടിക്കാണ്ടിരിക്കണമെങ്കിൽ കുറച്ചധികം വെള്ളം വേണം. ഒരു കുക്കറിനടുത്തെങ്കിലും വെള്ളം വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അരി വെന്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ അടിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ആകെ വെള്ളമുള്ള കാരണം മുഴുവൻ പുറത്തേക്ക് തൂറ്റിയൊക്കെ പോകും. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്കത് വേവുമ്പോഴത്തേനും ഇതിലേക്കുള്ള അരപ്പ് ശരിയാക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി, ഒരു 5-8 ചെറിയുള്ളിയും കൂടെ വേണം. അപ്പോൾ 2 കപ്പ് നാളികേരം വേണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചായാലും മതി. പക്ഷെ നാളികേരം ഉള്ളതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ കുറച്ച് ചെറിയുള്ളിയും, ഇനി ജീരകം വേണം. ജീരകക്കഞ്ഞിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ജീരകം എന്തായാലും ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇതിങ്ങനെ ഈ ഒരു പാകത്തിൽ അരച്ചെടുക്കുക. നന്നായി പേസ്റ്റ് ആവണ്ട, എന്നാലും ഒന്ന് കുറച്ച് അരയാൻ വേണം. അങ്ങനത്തെ ഒരു പാകത്തിൽ അരച്ചെടുക്കുക. ഇനി നമുക്ക് കുക്കറിൽ വിസിലൊക്കെ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇത് വിസിൽ മുഴുവനായിട്ട് പോയതിന് ശേഷം തുറന്നാൽ മതി. അപ്പോൾ അരി ഒന്നും കൂടെ അതിലിരുന്ന് വെന്തോളും. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് അരിയും ഉലുവയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തും കിട്ടും. ഇതുപോലെ ഒന്ന് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഉള്ള കാരണം അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അരി വെന്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഈ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉടച്ചു കൊടുത്താലും മതി. ഈ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഇനിയും അത്യാവശ്യത്തിനുള്ള വെള്ളം വേണം. അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ആദ്യം വെള്ളം ഇനി വേണമെന്നുള്ളൂ. പിന്നെ ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ യോജിപ്പിച്ചതിന് ശേഷം വെള്ളം പോരെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. കഞ്ഞി ആയതുകൊണ്ട് ഇരിക്കും തോറും ഇങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ പാകം കറക്റ്റായിട്ടുണ്ട്. ഇത്തിരി ലൂസായിട്ടുള്ളൊരു പാകത്തിലായിട്ടുണ്ട്. അത് ഇരിക്കുമ്പോൾ ഇനി ശരിയാവും. ഇനി ഇതൊന്ന് ചെറിയ ചൂടിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. തിളപ്പിച്ചെടുത്താൽ നാളികേരം ആയതുകാരണം കുറുകി വരും. അപ്പോൾ തിളപ്പിക്കണ്ട, ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ആശാളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് ആശാളി. വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ആശാളിന്ന് ഇതിന് പറയാം. അപ്പോൾ ഇത് നമ്മളൊന്ന് കഴുകിയെടുക്കുമ്പോൾ ഇതിങ്ങനെ കട്ട പോലെ ആയിട്ടിരിക്കും. പക്ഷേ അത് നമ്മൾ ആ കഞ്ഞിയിലിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റ് ആ കഞ്ഞിയുടെ ഇതിലേക്ക് മിക്സ് ആയിക്കോളും. പതുക്കെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിലർ കഞ്ഞിയിൽ നെയ്യിൽ ഉള്ളിയൊക്കെ ഇങ്ങനെ മൊരിച്ചിടും. അപ്പോൾ ഞാനിങ്ങനെയാണ് കഞ്ഞി ഉണ്ടാക്കാറ്. അപ്പോൾ ഞാനതാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ ഉടയാണ്ട് കിടക്കണ ആശാളിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വേറൊരു ടീസ്പൂൺ വെച്ച് ഇതുപോലെ ഉടച്ചു കൊടുത്താൽ മതി. ആശാളി ഇട്ടതിന് ശേഷം തിളപ്പിക്കുക, ചൂടാക്കുകയൊന്നും ചെയ്യണ്ട. നമ്മളിതുപോലെ കഞ്ഞിയിൽ മുഴുവൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് മൂടി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പുഴുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പച്ചച്ചക്ക കുറച്ച് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കുക്കറിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കണത്. കാരണം പുഴുക്കായതുകൊണ്ട് നന്നായി ഇങ്ങനെ കുഴഞ്ഞൊരു പരുവത്തിൽ വരണം. അപ്പോൾ നമ്മൾ വേറെ വല്ല പാത്രത്തിലൊക്കെ ഇട്ട് വേവിക്കുമ്പോൾ കുറേ സമയം ഇട്ട് വേവിക്കണം. അപ്പോൾ കുക്കറിലാവുമ്പോൾ ഒരു 3-4 വിസിലടിച്ചാൽ ചക്ക നല്ല പാകത്തിന് വെന്ത് വരും. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ കുറച്ച് വെള്ളം, ഇത് ഈ ചക്ക വേവാനുള്ള കുറച്ച് വെള്ളം, അധികം ആവശ്യമില്ല, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നമുക്കൊരു 3-4 വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാം. അതും ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വിസിലടിച്ചാൽ മതി. പെട്ടെന്ന് വിസിലടിച്ച്
എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചക്ക വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതും ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് നാളികേരമൊക്കെ വേണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വിസിലൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക വെന്തിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ 2 വിസിലും കൂടെ അടിച്ച് നമുക്ക് വേവിക്കേണ്ടി വരും. അപ്പോൾ നോക്കുക, ഇതിൽ വെള്ളമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളിനി മിക്സ് ചെയ്തൊക്കെ വരുമ്പോഴത്തേനും കറക്റ്റ് പാകമായിട്ട് വരും. അപ്പോൾ ഇനി ഈ ഒരു പാകത്തിൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള നാളികേരമൊക്കെ എടുക്കുക. ഇനി മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നാളികേരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 വെളുത്തുള്ളിയും പിന്നെ കുറച്ച് നമ്മൾ സാധാരണ ചെറിയ ഉള്ളിയും വേണം. പിന്നെ കുറച്ച് വേപ്പില. പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ പച്ചമുളക് ഒരു 3-4 പച്ചമുളക്, 5-6 പച്ചമുളക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് അധികം എരിവില്ല, അതുകൊണ്ടാണ് ഞാനിത് ഇത്ര ഇട്ടിട്ടുള്ളത്. എരിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചിടുക, ഇല്ലെങ്കിൽ കുറച്ച് കൂട്ടിയിടുക. ഇതൊന്ന് ഇതുപോലെ ചമ്മന്തിയുടെ ഒരു പാകത്തിൽ ഇതുപോലെ ഒതുക്കിയെടുക്കുക. അരക്കരുത്, ഇതുപോലെ ഒതുക്കിയെടുക്കുക. ഇനി ഇതിൽ നമുക്ക് ഈ ചക്ക ഒന്നും കൂടി നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക. ഈ നാളികേരം അതിലേക്ക് ഇടുന്നതിന് മുൻപ് ഇതുപോലെ ഒന്ന് നന്നായി ഉടച്ചു കൊടുക്കുക. പിന്നെ മുളക് പൊടി ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം, ഞാൻ ഇടാറില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. മുളക് പൊടി ഇടുമ്പോൾ കളറ് മഞ്ഞ കളറിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് വേറൊരു ചുവപ്പ് കളറ് വരും. അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല, പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മൾ നാളികേരം കൂടി ഇട്ടിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ചക്ക നന്നായി കുഴഞ്ഞ് ഉടഞ്ഞ് ഇങ്ങനെ വരുന്ന വരെ ഇതുപോലെ നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പ് നമ്മൾ നേരത്തെ ചക്കയിലേക്ക് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നാളികേരം ഇതൊക്കെ ഇട്ടപ്പോൾ ചിലപ്പോൾ ഉപ്പ് നോക്കുക, ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഇതിൽ ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്നും കൂടെ നന്നായി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം, തീ കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പിന്നെ ഈ വെളുത്തുള്ളിയുടെ ഒരു മണമൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കുക. ഇടയ്ക്ക് ഇതുപോലെ അടി പിടിക്കാണ്ടിരിക്കാനൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടെ വെള്ളമുള്ളൊരു പാകത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്ത്. ഇപ്പോൾ ഈ കറക്റ്റ് പാകം ഈ ഒരു പാകത്തിൽ ഞാൻ എടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇപ്പോൾ ഒക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്, നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്, സൺഫ്ലവർ ഓയിലൊന്നും ഒഴിക്കേണ്ട. അതിന് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2-3 ഉണക്കമുളക് ഇതുപോലെ പൊട്ടിച്ചിടാം. ഞാൻ അതൊന്ന് ഇതുപോലെ ഒന്ന് കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കൊന്ന് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം. വേപ്പിലൊക്കെ ഇത്തിരി അധികം ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഒന്ന് കളറൊക്കെ മാറി വേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചുള്ള ചക്ക ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ഒഴിച്ച് കൊടുത്തിട്ട് അപ്പം തന്നെ മിക്സ് ചെയ്യണ്ട, ഇതൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റ് കുക്കറൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ഈ വേപ്പിലയുടെയും മുളകിൻ്റെ ഇതിൻ്റെ ഒക്കെ ഒരു മണം ഒന്ന് കറിയിലേക്കൊന്ന് പിടിച്ച് വരുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ തുറന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ചക്ക ഇതുപോലെ നന്നായി കുഴഞ്ഞ് ഉടഞ്ഞൊരു പരുവായിട്ട് വരണം, വേറെ വേറെ ആയിട്ട് നിൽക്കരുത്. അപ്പോൾ അതിനനുസരിച്ച് വേവിക്കുക. അപ്പോൾ നമ്മൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇനി കളറ് പോരാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പുഴുക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണതായിരിക്കും ജീരകക്കഞ്ഞിയൊക്കെ, എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനിത് ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.